നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടിയാണ് മരിച്ചത്. അഖിൽ പാലോട്ട് മടം ചേരുന്നു. അഖിൽ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നമ്പ്യാരെ, ഇന്ന് കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി ബഡ്ജറ്റ് അവതരണം അവസാനിപ്പിക്കുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടായ കൊച്ചിൻ എയർപോർട്ടിൽ ഒരു കുട്ടി, അത് 3 വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടി ഇവിടെ മാലിന്യത്തിൻ്റെ ഓടയിൽ വീണ് മരണപ്പെട്ടത്. ഞാൻ നിൽക്കുന്ന ഈ എയർപോർട്ടിൻ്റെതായി ഈ കാണുന്ന, അതായത് എനിക്കരികിൽ ഈ കാണുന്ന ഇപ്പോൾ വെറും ഒരു ചാക്ക് കൊണ്ടും ഒരു കട്ട കൊണ്ടും മൂടി വെച്ചിരിക്കുന്ന ആ കുഴിയിലേക്ക് വീണാണ് ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ആ മരണപ്പെട്ടത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കാരണം അതിൽ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതിൽ ഇപ്പോൾ ഈ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഒരു വിശദീകരണമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ വിശദീകരണം തന്നെ വായിക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ആർക്കും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കുട്ടി എത്തപ്പെട്ടു, അവിടെ നിന്നും ഈ കുഴിയിലേക്ക് വീണു എന്നൊക്കെയാണ് എയർപോർട്ട് അധികൃതർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത്, അതായത് ഈ കാണുന്ന അന്നാസാറ കഫേ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അവിടെ ഈ രാജസ്ഥാൻ സ്വദേശികളുടെ കൂട്ടത്തോടെ എത്തിയ അവർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ മാതാപിതാക്കൾക്കൊപ്പം കയറി അവിടെ നിന്നും കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊപ്പം ഞാൻ നിൽക്കുന്ന ഈ ചെടിയൊക്കെ നട്ടു വളർത്തിയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് കുട്ടി കളിക്കാൻ വരുന്നു. അതിനുശേഷം രക്ഷിതാക്കൾ തന്നെ കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ CCTVയുടെ പരിശോധനയുടെ ഭാഗമായി പിന്നീടാണ് കുട്ടിയെ ഈ ഓടയിൽ വീഴുന്നതായി കാണുന്നു. അവിടെ നിന്ന് കണ്ടെത്തി എന്നതൊക്കെയാണ് ഈ കൊച്ചിൻ എയർപോർട്ട് അധികൃതരുടെ ഒരു വിശദീകരണം. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ടത് ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു കുഴി എടുത്തിടുമ്പോൾ നമ്മൾ നേരത്തെ ഒരിക്കൽ നമ്മൾ ജോയിയുടെ മരണം തിരുവനന്തപുരത്ത് കണ്ടതാണ്. ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന എത്രമാത്രമാണ് സുരക്ഷാ വീഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ ഒരു തരത്തിലുമുള്ള, അതായത് ഈ പൂന്തോട്ടത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് കയറരുത് എന്ന ഒരു ബോർഡ് പോലും, ഒരു നിർദ്ദേശം പോലും ഈ പ്രദേശത്തേക്കില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് ആ കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാലിന്യം ഒഴുകിപ്പോകേണ്ട, ജലം ഒഴുകിപ്പോകേണ്ട ഒരു ഓട നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി അത് മൂടി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉത്തരവാദിത്വങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം, ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. റിഥിൻ ജിജു എന്ന് പറയുന്ന 3 വയസ്സുള്ള കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വ്യക്തമാണ് എത്രമാത്രം അലക്ഷ്യമായ രീതിയിലാണ് അവിടെ ആ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആ ഓട സൂക്ഷിച്ചിരുന്നത്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനരികിലുള്ള മറ്റൊരു സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ കാട്ടിയാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കുഴിയുണ്ട്. അവിടെ കേബിളാണ് അവിടെ മുഴുവനായി ഇട്ടിരിക്കുന്നത്. അതായത് മറ്റു വയറും മറ്റുമൊക്കെ പോകുന്ന കേബിൾ, അടിയിൽ കൂടെ, ഭൂമിക്ക് അടിയിൽ കൂടെ പോകുന്ന കേബിളുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ അതിന് തൊട്ടപ്പുറത്താണ് ഈ ഓടകൾ പോകുന്ന, അല്ലെങ്കിൽ മാലിന്യം പോകാൻ വേണ്ടി മറ്റൊരു കുഴിയെടുത്ത് അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കി. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ കേബിളുകളാണ് ഒരു വലിയ കുഴിക്കകത്ത് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കുട്ടി വീഴുന്ന മരിച്ച സ്പോട്ടും ഉള്ളത്. എത്രമാത്രം അലക്ഷ്യമായ രീതിയിലാണ് ഇതുപോലെ ഒരു ഈ കുഞ്ഞ് കുഴിയിൽ വീണത് മാതാപിതാക്കളുടെ ശ്രദ്ധയിലൊന്നും പെട്ടിരുന്നില്ലേ? പിന്നെയാണോ ഇവർ കണ്ടെത്തിയത്? നമ്പ്യാരെ, ഇപ്പോൾ അത് അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ, അതായത് കുട്ടികളുമായി രാജസ്ഥാനിൽ നിന്ന് ഒരു കൂട്ടമായി എത്തിയ ആൾക്കാരാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് വേണ്ടി, ഞാൻ നേരത്തെ കാട്ടിയ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് വേണ്ടി കയറുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയതിനു ശേഷം മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടികൾ പുറത്തേക്ക്, കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഇറങ്ങി കളിക്കുന്നതിനിടയിലാണ് കുട്ടി പോയി ഈ കുഴിയിൽ വീണത് എന്നതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് ആ വിശദീകരണം നമ്മൾ മുഖവിലയ്ക്ക് എടുത്താൽ പോലും നമ്പ്യാർ, കാരണം ആ കുഴിയുടെ പൊക്കം, അല്ലെങ്കിൽ ആ കുഴിയുടെ ഒരു സൈസൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ബോഡി ഇട്ടിക്കുന്നതുകൊണ്ടാണ് ആ സൈസ് കാണുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് സ്വാഭാവികമായും ഒരു കൗതുകം ഉണ്ടാകും. ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതലത്തിൽ നിന്നും അപ്പുറത്തേക്ക് പോകാൻ, ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് അപ്പുറത്താണ് ചെടി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൈവരിയിൽ കയറിയ കുട്ടി ചിലപ്പോൾ ഒരു പൂ പറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ പൂ പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ പോലും ആ കുട്ടി ഈ ഓടയിലേക്ക് വീഴുന്നിട്ടുണ്ടാകും. ഇതൊക്കെ നമുക്ക്
ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ്. കാരണം അത്തരത്തിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുഴിയെടുത്ത് മാലിന്യജലം ഒഴുകി പോകുന്നിടത്ത് അത് മൂടി വെച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എയർപോർട്ട് അതോറിറ്റിക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അവർ വിശദീകരണം നടത്തുന്നുണ്ട്, കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതൊരു വീഴ്ചയാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ആരും കയറരുത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടമുണ്ട് എന്നുള്ളൊരു അപകട സൂചിക പോലും നൽകിയിട്ടില്ല എന്നതും നമുക്ക് പറയേണ്ടതാണ്. നമ്പ്യാർ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുള്ള കുട്ടി മരിച്ചു. രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടിയാണ് മരിച്ചത്. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.